എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പൊ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയുള്ള ഒരു ഉം, വേഗത്തിലുള്ള ഒരു റിവിഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കണേ. അപ്പൊ സിലബസിനനുസരിച്ച് മാത്സ് സിലബസിനനുസരിച്ചുള്ള ഓരോ ടോപ്പിക്കുന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. ഫസ്റ്റ് നമ്പർ സിസ്റ്റത്തിൽ നിന്നാണ്. നമ്പർ സിസ്റ്റം എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 7 raised to 2026 ഈസ്. എന്താണ് വരിക? അതായത് ഒറ്റയുടെ സ്ഥാനത്ത് ആക്കാണ് വരേണ്ടത് അല്ലെ. അപ്പൊ 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് 7 തന്നെയാണ് വരിക. 7 ഘാതം 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്ത് എന്ത് വരും? 9 വരും അല്ലെ. 7² എത്രയാണ്? 49. അപ്പൊ 9 ഒറ്റയുടെ സ്ഥാനത്ത് വരിക. 7³ എന്ന് പറഞ്ഞ പിന്നെ എന്താണ് വരിക? അപ്പൊ ഒറ്റയുടെ സ്ഥാനത്ത് ഇനി എന്ത് വരും? നോക്കി നോക്കൂ. 9 × 7 വരും അല്ലെ. അപ്പൊ എന്ത് വരും? 3 വരും അല്ലെ. ഇനി 7 raised to 4 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 × 7 21. അപ്പൊ 1 ഒറ്റയുടെ സ്ഥാനത്ത് വരിക അല്ലെ. അപ്പൊ 1 വന്നത്. 7 raised to 4 എന്ന് പറയുന്നത് 1 അല്ലെ. 1 ഒറ്റയുടെ സ്ഥാനത്ത് വരിക. അപ്പൊ ഇനി ഈ 7 raised to 2026 എന്നുള്ളതിനെ നമ്മള് 7 raised to 4 ഹോൾ raised to എന്നുള്ള ഫോമിലാക്കുക. അപ്പൊ നമുക്ക് 2026 എത്ര 4 പോവും നോക്കുക. എന്നിട്ട് റിമൈൻഡർ എത്രയാ വരണേന്ന് നോക്കുക. അപ്പൊ എന്താണ്? I4 20. പിന്നെ എന്താണ്? 2 പോവില്ല, അപ്പൊ 0. ഇവിടെ 26 എന്താണ്? 6×4 24. അപ്പൊ റിമൈൻഡർ എന്താ വരിക? 2 അല്ലെ. അപ്പൊ 7 raised to 4 ഹോൾ raised to 506 ഇൻറ്റു 7² ആണ് ഈ ഒരു സാധനം അല്ലെ. 7 raised to 2026 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന് 7 raised to 2026 ഞാൻ എങ്ങനെ എഴുതി? 7 raised to 4 ഹോൾ raised to 506 ഇൻറ്റു 7² എന്ന് എഴുതി. കാരണം എന്താണ്? റിമൈൻഡർ 2 വന്നിരിക്കണേ. അപ്പൊ നമുക്ക് ഇതിന് ഘാതം 506 എന്ന് എഴുതി, പിന്നെ ഇൻറ്റു 7² എന്ന് എഴുതി. അപ്പൊ നമുക്ക് എന്താണ് റിമൈൻഡർ കിട്ടുക? അതായത് റിമൈൻഡർ എന്ത് വരും? 1 ഘാതം 506 അല്ലെ. 506 ഇൻറ്റു പിന്നെ എന്താണ്? 7² ഏതാണ് ഒറ്റയുടെ സ്ഥാനത്ത് വരിക? 9 വരിക അല്ലെ. അപ്പൊ 1 × 9 എത്രയാണ്? 9. അപ്പൊ ഒറ്റയുടെ സ്ഥാനത്ത് എന്താ വരിക? 9 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ഫോർമുല എന്താണ്? n × n+1/2 ആണ്. അപ്പൊ n എന്ന് പറയുന്നത് എന്താണ്? 50 ആണ്. അപ്പൊ 50 × 51/2 അല്ലെ. 51 × 5 എത്രയാണ്? 5 25. ഇതിന്റെ പകുതി എടുത്താ പോരെ. അപ്പൊ ഏതാണ് ആൻസർ വരിക? 1 2 ഇവിടെ എന്ത് വരും? 15 7 10 5 1 2 7 5. ഇതിന്റെ പകുതി എടുത്താൽ മതി. 2550ന്റെ പകുതി 1275. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്മോളസ്റ്റ് എമംഗ് 3/4 4/5 5/6 6/7. ഇത് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിന് ഏതാണോ LCM അത് ആക്കുക. എല്ലാം അതേപോലെ ആക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പ വഴി എങ്ങനെയാന്ന് വിചാരിച്ചാൽ 3/4 4/5 ആദ്യം എടുക്കുക. അപ്പൊ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താണ്? ഇവിടെ 15 വരും, ഇവിടെ 16 വരും. 16 അല്ലേ വലുത്. അപ്പൊ 4/5 ആണ് അതിൽ വലുത്. ഇനി അടുത്ത സംഖ്യ കമ്പയർ ചെയ്യുക. 4/5 5/6. അപ്പൊ എന്താണ്? 6 × 4 എത്രയാണ്? 24. 5 × 5 എത്രയാണ്? 25. അപ്പൊ ഏതാണ് വലുത്? 25 ആണ് വലുത്. അപ്പൊ ഈ ഭാഗമാണ് വലുത്. ഇനി അടുത്തത് നോക്കുക. 5/6 6/7. അപ്പൊ എന്താണ്? 7 5s are 35, 6 6 are 36. ഏതാണ് വലുത്? 6/7 ആണ് വലുത്. അപ്പൊ ഏതാണ് സ്മോളസ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ സ്മോളസ്റ്റ് ഏതാന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 3/4 അല്ലേ ഇതിൽ വന്നേക്കണേ. ഇനി 3/4 3/4 5/6 തമ്മിൽ നോക്കുക. 3 6 are 18,
5 4s are 20. ഏതാണ് ചെറുത്? 3/4 ആണ് ചെറുത്. ഇനി അടുത്തത് നോക്കാം. 3/4ഉം 6/7ഉം. അപ്പൊ എത്രയാണ്? 3 7s are 21, 6 4s are 24. ഏതാണ് ചെറുത്? 3/4 ആണ് ചെറുത്. അപ്പൊ ആൻസർ ഏതാണ് വരിക? 3/4 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. തേർഡ് ക്വസ്റ്റ്യൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഏതാണോ വലുത് എന്ന് ചോദിച്ചാൽ നമ്മൾ വലുത് വലുത് എടുത്ത് കമ്പയർ ചെയ്ത് പോവുക. അല്ല ചെറുതാണ് ചോദിക്കണേ വെച്ചെങ്കിൽ ചെറുത് എടുത്ത് കമ്പയർ ചെയ്യുക. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഛേദത്തിന്റെ LCM കാണുക, എന്നിട്ട് ഓരോന്നിനെയും അംശത്തിനും ഛേദത്തിനും മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് പിന്നെ ഏറ്റവും വലിയ അംശം ആണ് വലുത്, ഏറ്റവും ചെറിയ അംശമാണ് ചെറുത്. ഒരേപോലെ ഛേദമായ ഏറ്റവും ചെറിയ അംശമാണ് ചെറുത്, ഏറ്റവും വലിയ അംശമാണ് വലുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ നമ്പർ ഡിവൈഡഡ് ബൈ 357 ലീവ്സ് റിമൈൻഡർ 5. റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 17. എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിക്കാം? അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു നമ്പർ 357 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 5 ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആ നമ്പർ എന്ന് പറയുന്നത് 357 ഒരു കെ അല്ലെ? കെ പ്ലസ് 5 എന്ന് എഴുതിക്കൂടെ? ആ നമ്പർ അതായത് 357ന്റെ ഒരു മൾട്ടിപ്പിൾ ആവും അല്ലെ? ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആവും ഏതെന്ന് പറയണത്, ആ സംഖ്യ എന്ന് പറയണത്. ഇനി നമുക്ക് എന്താ പറഞ്ഞിരിക്കണത്? റിമൈൻഡർ ആണ് ചോദിക്കുന്നത് വെൻ ഡിവൈഡഡ് ബൈ 17. ഇതിനെ ഡിവൈഡഡ് ബൈ 17 പറഞ്ഞാൽ എന്ത് വരും എന്നാണ് ചോദിക്കണേ. പക്ഷെ 17 × 21 ആണ്. 17 × 21 ആണ് ഏതെന്ന് പറയുന്നത് 357. അപ്പൊ ഇതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എന്ത് വരും? ഡിവൈഡ് ചെയ്യുമ്പോൾ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 വരും. കാരണം ഇത് ഒരു മൾട്ടിപ്പിൾ ആണ് 17ന്റെ. അപ്പൊ ഇനി നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. 5 17നേക്കാട്ടും ചെറുതാണ്. അപ്പൊ പിന്നെ റിമൈൻഡർ ഏതാ വരിക? 5 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൈംസ് ബിറ്റ്വീൻ 1 and 50. ഏതാണ് പ്രൈംസ്? പ്രൈംസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? എങ്ങനെയാണ് പ്രൈംസ് പറയാ? 2 3 5 7 അല്ലെ? പ്രൈംസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഘടകങ്ങളായിട്ട് വരുന്നത് 1ഉം ആ സംഖ്യയും മാത്രമാവണം. അങ്ങനെ ആവുമ്പോഴാണ് പ്രൈംസ്, അതായത് അഭാജ്യ സംഖ്യ എന്ന് പറയാ. അഭാജ്യ സംഖ്യയിൽ ഏറ്റവും ചെറുത് ഏതാണ്? 2 ആണ് കേട്ടോ. 2 ഈവൺ പ്രൈം നമ്പർ ആണ്. പിന്നെ എന്താണ്? ഓൺലി പ്രൈം നമ്പർ ഈവൺ ആയിട്ടുള്ളത് ഏതാണ്? 2 ആണ്. ഇനി അടുത്ത ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൈംസ് ബിറ്റ്വീൻ 1 and 50 അല്ലെ? ഏതൊക്കെയാണ്? 2 പറ്റും, 3 5 7, പിന്നെ ഏതൊക്കെയാണ്? 11 പറ്റും, പിന്നെ 13 17 19, പിന്നെ എന്താണ്? 23 29 അല്ലെ? പിന്നെ ഏതാ വരിക? 31 37 അല്ലെ? ഇനി 41 43 47. ഇത്രയല്ലേ വരിക? നോക്കൂ. ഇനി ഏതെങ്കിലും വരുമോ? ഇല്ല, ഇത്രയേ വരുള്ളൂ. അപ്പോൾ 2 4 6 8 10 12 14 15 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.333 ആസ് എ ഫ്രാക്ഷൻ എങ്ങനെയാണ് ചെയ്യുക? അതായത് എക്സ് എന്ന് പറയുന്നത് 0.333 എന്ന് എഴുതാം, എക്സിട്ര. അപ്പോ ഇതിനെ റിപ്പീറ്റ് ചെയ്യണത് എത്ര നമ്പറാണ്? ഒരു നമ്പറാണ് റിപ്പീറ്റ് ചെയ്യണേ അല്ലെ? അപ്പൊ നമ്മള് 10 കൊണ്ട്, അതായത് ഒരു 0 ഉള്ളത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10x ഈക്വൽ ടു, അപ്പൊ എന്ത് വരും? ഇവിടുന്ന് ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറും അല്ലെ? 3.333 എക്സിട്ര വരില്ലേ? ഇനി ഇതിനെ ഇതിന്ന് ഇത് മൈനസ് ചെയ്യാം. അതായത് 2 - 1.
ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്, ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആണ്. 2 - 1 എന്ന് പറഞ്ഞാൽ 10x - x എന്ത് വരും? 9x വരും. 9x എന്ന് പറയുന്നത് ഇത് എന്ന് പറഞ്ഞാൽ 3 - 0 അല്ലെ? അപ്പൊ എന്താണ്? 3 വരും. ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോവും. 0.333 എക്സിട്ര എന്നുള്ളത് ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ എക്സ് എന്താണ് വരിക? 3/9 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 0.0009, അതായത് സ്ക്വയർ റൂട്ടിന്റെ ഉള്ളില് പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കുക. എത്ര സ്ഥാനം ഉണ്ട്? 4 സ്ഥാനം ഉണ്ട്. അപ്പൊ സ്ക്വയർ റൂട്ടിന് വെളിയിലേക്ക് വരുമ്പോ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം വേണം? അതിന്റെ പകുതിയെ വേണ്ടു. അപ്പൊ 2 സ്ഥാനം വേണ്ടു. ഇനി 9ന്റെ റൂട്ട് എത്രയാണ്? 3. പിന്നെ എന്താണ്? പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം വേണം. അപ്പൊ നമുക്ക് 0 ഇട്ടിട്ട് ഇവിടെ പോയിന്റ് ഇടാം. അപ്പൊ ഏതാണ് ആൻസർ? 0.03 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലീസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ 5, 6, 7 ലീവ്സ് 3 റിമൈൻഡർ. എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തിക്കുക? അതായത് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് LCM കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കൂടെ 3യും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യണത്? 5, 6, 7 എന്നുള്ളതിന്റെ ഏത് ചെയ്യാ? LCM കാണാം. LCM എന്താണ് വരിക? ഇതില് കോമൺ ആയിട്ട് വരുന്നതൊന്നും ഇല്ലല്ലോ. അപ്പോൾ 5, 6, 7 5 × 6 × 7 ആണ് നമുക്ക് LCM ആയിട്ട് വരിക. അപ്പൊ നമുക്ക് എന്താണ് വരിക? 42 × 5 210. 210ന്റെ കൂടെ 3ഉം കൂടി കൂട്ടുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. 213 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സീറോസ് അറ്റ് ദ എൻഡ് ഓഫ് 100 ഫാക്ടോറിയൽ. ഹൺഡ്രഡ് ഫാക്ടോറിയല് എത്ര സീറോസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 100നെ ആദ്യം ഡിവൈഡഡ് ബൈ 5 എത്രയാണോ കിട്ടുന്നത് റിമൈൻഡർ ഇല്ലാണ്ട് ഉള്ള സംഖ്യ എഴുതുക. പ്ലസ് 100 ഡിവൈഡഡ് ബൈ 5² എത്രയാണോ അതും എഴുതുക. ഇനിയിപ്പോ അതിനെക്കാട്ടും മീതിയാണ്, ഇപ്പൊ 100 അല്ല 200 ഒക്കെയാണ് വെച്ചെങ്കിൽ നമുക്ക് ഡിവൈഡഡ് ബൈ 5³ കൂടി ചെയ്യാൻ പറ്റും. അപ്പൊ ഏതാണോ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആയിട്ട് വരുന്നത് അതുവരെ ഉള്ളത് നമ്മൾ കാണാം. അപ്പൊ 100 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 20 പ്ലസ് 100 ഡിവൈഡഡ് ബൈ 25 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? 4 വരും അല്ലെ? അപ്പൊ 24 ആണ് ആൻസർ ആയിട്ട് വരിക. അത്ര സീറോസ് ആണ് നമുക്ക് ഏത് എൻഡിൽ ഉണ്ടാവുക. അപ്പൊ ഇതിപ്പോ സീറോസ് അറ്റ് ദ എൻഡ് ഓഫ് വേറെ ഏതെങ്കിലും ആണെന്ന് വിചാരിച്ചാൽ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യാ? ആ സംഖ്യ ഡിവൈഡഡ് ബൈ 5 ചെയ്യാ. പിന്നെ അതിന്റെ കൂടെ 100 ഡിവൈഡഡ് ബൈ 5² ചെയ്യാ. കാരണം എന്താണ്? 5 × ഏതെങ്കിലും 2 എന്ന് പറഞ്ഞാൽ 10 ആയി അല്ലെ? അപ്പൊ 0 വരുന്നത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കണത്. അപ്പൊ ഡിവൈഡഡ് ബൈ 5 ചെയ്യുക പ്ലസ് 100 ഡിവൈഡഡ് ബൈ 5² ചെയ്യുക. ഇനി 100 ഡിവൈഡഡ് ബൈ 5³ ചെയ്യണില്ല. എന്താ കാരണം? ഇവിടെ 125 വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ 100നെക്കാട്ടും കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അതിന് ആൻസർ 0 ആണ് കിട്ടുക. പിന്നെ ഏതൊക്കെ വന്നാലും 0 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് അതുവരെ ചെയ്യണ്ടോ. 0 വരുന്നത് വരെ അതിനെക്കാട്ടും മുന്നേ ഉള്ളത് മാത്രമേ നമുക്ക് ചെയ്യേണ്ടത് ആവശ്യമുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്ത് നിന്നുള്ളത്. ഇഫ് ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പറയാം. ഇഫ് x ഈക്വൽ ടു 2 പ്ലസ് 2^2/3 പ്ലസ് 2^1/3 x³ മൈനസ് 6x² പ്ലസ് 6x ഈക്വൽ ടു എത്രയാണെന്ന്, അതാണ് ക്വസ്റ്റ്യൻ.
ഇതിൽ നമുക്ക് തന്നിരിക്കണത് ഇതാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കൂ. എക്സിന് ഈ 2നെ ഇങ്ങോട്ട് കൊടുന്നാൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് മൈനസ് 2 ഈക്വൽ ടു 2^2/3 പ്ലസ് 2^1/3 എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് ഇവിടെ ക്യൂബ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഇതിന്റെയും ക്യൂബ് ചെയ്യണം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് വരും? എക്സ് മൈനസ് 2 ഹോൾ ക്യൂബ് ഈക്വൽ ടു 2^2/3 പ്ലസ് 2^1/3 ഹോൾ ക്യൂബ് എന്ന് വരും. ഇനി നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. എ പ്ലസ് ബി ഹോൾ ക്യൂബ്, എ പ്ലസ് ബി ഹോൾ ക്യൂബ്. എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി. ഇത് വെച്ച് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് വരും? ഇവിടെ 2^2/3 ഹോൾ ക്യൂബ് എന്ന് വരും. അപ്പൊ എന്ത് വരും? 2^2 മാത്രം വരും. പ്ലസ് ബി എന്ന് പറയുന്നത് 2^1/3 ഹോൾ ക്യൂബ് എന്ന് വരും. അപ്പോഴും നമുക്ക് എന്ത് വരും? 2 മാത്രം വരും. അപ്പൊ 3 + 2 എന്നായി. ഇനി അടുത്തത് എന്താണ്? 3 ഇൻറ്റു എ ബി എന്ന് പറയുന്നത് എന്താണ്? 2^2/3 ഇൻറ്റു 2^1/3. അതെന്താ വരിക? 2/3 + 1/3 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3/3 വരും, 1 വരും അല്ലേ. അപ്പോ 2^1 എന്ന് വരും. അപ്പൊ ഇവിടെ എന്ത് വരും? 3 ഇൻറ്റു 2^1 ഇൻറ്റു പിന്നെ എന്താ വരിക? അടുത്തത് 2^2/3 3ab ഇൻറ്റു എ പ്ലസ് ബി അല്ലെ. അപ്പൊ 2^2/3 പ്ലസ് 2^1/3. 2^2/3 പ്ലസ് 2^1/3 എക്സ് മൈനസ് 2 എന്നെടുക്കാം. അപ്പൊ എക്സ് മൈനസ് 2 ഇതിന്ന് നമ്മൾ ഇതെടുത്തു. അപ്പൊ എക്സ് മൈനസ് 2. അപ്പൊ 3 ഇൻറ്റു 2^1 ഇൻറ്റു എക്സ് മൈനസ് 2 എന്നായി ഈ റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് എന്തായി? എക്സ് മൈനസ് 2 ഹോൾ ക്യൂബ് ആയി. അതെങ്ങനെയാ സിംപ്ലിഫൈ ചെയ്യാ? എക്സ് ക്യൂബ് മൈനസ് 6x². പിന്നെന്താണ് വരിക? 6x² ക്യൂബ് മൈനസ് സിംപ്ലിഫൈ ചെയ്താൽ മതി. എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്നുള്ള ഭാഗത്തിൽ സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആൻസർ എന്തായിട്ട് കിട്ടും? എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ് 8. എക്സ് ക്യൂബ് മൈനസ് 8 റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് എന്ത് വരും? എക്സ് ക്യൂബ് മൈനസ് 8 പിന്നെ എന്ത് വരും? മൈനസ് 6x² പ്ലസ് 12x എന്നല്ലേ വരിക. കാരണം എന്താണ്? എക്സ് ക്യൂബ് മൈനസ് 3 ഇൻറ്റു x² ഇൻറ്റു 2 പ്ലസ് 3x ഇൻറ്റു 2². അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റുക. അപ്പൊ നമുക്ക് ഇത് എന്ത് വന്നു? എക്സ് ക്യൂബ് മൈനസ് 8 മൈനസ് 6x² പ്ലസ് 12x ഈക്വൽ ടു ദിസ് വൺ അല്ലേ. അപ്പൊ ഒന്നുകൂടി നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാം. അപ്പൊ എന്താണ് വന്നേ? എക്സ് ക്യൂബ് മൈനസ് 6x² പ്ലസ് 12x മൈനസ് 8 ഈക്വൽ ടു എന്തെന്ന് വന്നു? 2^2 പ്ലസ് 2 പ്ലസ് 3 ഇൻറ്റു 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഇങ്ങനെയല്ലേ വന്നേ. അപ്പൊ ഇവിടെ എന്ത് വരും? 4 പ്ലസ് 2 പ്ലസ് 6 ഇൻറ്റു എക്സ് മൈനസ് 2. അപ്പൊ 6 പ്ലസ് 6 ഇൻറ്റു എക്സ് മൈനസ് 2 ഇങ്ങനെയല്ലേ വരിക. അപ്പൊ 6 പ്ലസ് 6x മൈനസ് 12. അപ്പൊ എന്ത് വരും? 6x മൈനസ് 6 വരും. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് അല്ലെ. അപ്പൊ ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. എക്സ് ക്യൂബ് മൈനസ് 6x² പ്ലസ് 12x മൈനസ് 8 ഈക്വൽ ടു 6x
-6. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? x³ -6x². ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അപ്പൊ എന്താവും? +6x ആവും. ഇത് -6x ആവും. അപ്പൊ 12 - 6 6 ആവും അല്ലെ? -8 + 6 ആവുമ്പോ -2 = 0 അല്ലെ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? x³ -6x² + 6x = 2. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? x³ -6x² + 6x = എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് പറയാം? 2 എന്നുള്ളതാണെന്ന് പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് സിലബസ് ആണ് നമ്മൾ ഇപ്പോൾ കവർ ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്ലാസ് പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.